ആ പുരുഷു ആ ആ ഓഫീസിലേക്ക് പോയി ഇറങ്ങുന്നു. കാര്യം പറയേ. കോഴിക്കടയുടെ ഉദ്ഘാടനത്തിന് സിനിമ ഘടനയാ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? പൂരാടോ? എടാ അവൻ പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ലേ നിനക്കിട്ട് ആക്കിയതാണെന്നുള്ളത്. ഓ നിന്നെയൊക്കെ ഒരു മാറ്റവും ഇല്ലല്ലോടാ നിനക്കൊക്കെ. നീ കുറെ കൂടെ താഴോട്ട് പോവുകയാണ്. ഒരുത്തൻ പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇല്ലേ? ആ ആ എന്നാ ശരി വെച്ചാലേ. എന്താ പൂരാട ശശിയുണ്ടാണ് പറഞ്ഞോട്ടെ? പൂരാടത്തിനോട് ഒരുപാട് ഇങ്ങോട്ട് ചൊറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞേരെ. എന്താ കാര്യമെന്ന്? കോഴിക്കട ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ നടനെ കിട്ടുമെന്ന്. ചുമ്മാ ഒരു കാര്യമല്ല, വെറുതെ ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളത്തിലെടുത്താലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും, പിന്നെ വഷളാവും കാര്യങ്ങൾ. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ശശിയണ്ണനെ വലിയ ബാധിക്കാനൊന്നും പോണില്ല. നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാധിക്കണത് എന്നെയും പിള്ളേരെയാ. ഇപ്പൊ പറയാനൊരു നല്ല തൊഴിലെങ്കിലും ഉണ്ട്, കയ്യിൽ കാശുണ്ട്. അതില്ലാതാക്കാനാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ടോ എങ്ങോട്ടോ വേണമെങ്കിലും ഇറങ്ങിക്കോ. എനിക്ക് ഒരു അവസരം കിട്ടി അപ്പോഴെന്നെ ഒത്തിക്കൊള്ളണം കേട്ടാ. എനിക്ക് ഭക്ഷണം വേണ്ട. ഞാനൊരു തമാശ പറഞ്ഞതിന് ഭക്ഷണം വേണ്ടാന്ന് വെക്കണേ എന്തിനാ? നിന്റെ തമാശക്കല്ല, ഇന്ന് ഷർമിളയുടെ ബർത്ത്ഡേ, അവള് ഭക്ഷണം കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്റെ പൊന്നു ക്ലീറ്റോ, എന്നത് നേരത്തെ പറയാൻ പാടില്ലേ ക്ലീറ്റോ? ഞാൻ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ഈ പെടാപ്പാട് പെടേണ്ട കാര്യമുണ്ട്. എനിക്ക് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാൻ പറ്റില്ലേ? അതിന് ആ കുട്ടി ഇപ്പൊ രാവിലെയാണ് വിളിച്ചു പറഞ്ഞത്. ആരാ ആരാ? കുട്ടിയോ? ഏത് കുട്ടി? ഷർമിളാന്ന് വിളിച്ചാ മതി, എന്നെക്കാള് പ്രായം ഉണ്ടാവല്ലോ അവക്ക്. ഓ കുട്ടി. ആ ഷർമിളേ പറയൂ. ആ ചെടിച്ചട്ടി അവിടെ നോക്ക്. അതല്ല ഇപ്പുറത്തെ, അതിൻ്റെ അടിയിൽ താക്കോല് വെച്ചിട്ടുണ്ട്. ആ കിട്ടിയാ? ആ ഞാനിപ്പോൾ ഇറങ്ങും. ആ ശരി. ഇതിങ്ങോട്ട് വിളിച്ചു ചോദിക്കണതിന് അവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ലേ? കാണാത്തോണ്ടാണല്ലോ വിളിച്ചത്. ഇപ്പൊ കണ്ടല്ലോ, ചെടിച്ചട്ടിയുടെ ഇടയിലല്ലേ എന്നും വെക്കുന്നത്. ഓ ഓരോ കാരണങ്ങളാ വിളിക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ പറ്റണില്ലെന്നോ? ഈ വെള്ളം മാത്രം മതി. അപ്പൊ പിന്നെ ഈ ചോറ് ഞാൻ എന്ത് ചെയ്യും? എടുത്തല്ലേ എന്തായാലും. എസ് ഐ കനകനിയമനോണ്ട് കൊടുക്കും. അവനെന്തിനാ എടുത്ത ചോറ്? അവിടെ ചോറ് വെച്ച് വെക്കുന്നുണ്ട്. എന്നാ പിന്നെ മറ്റേ മെക്കാനിക്കൽ എഞ്ചിനീയർ റൊണാൾഡിന് കൊടുത്തേക്ക്. അതിന് അവൻ വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വാർഡിൽ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ ആർക്കെങ്കിലും കൊടുക്ക്. ഓ പിന്നെ ഈ വാർഡിൽ ആഹാരത്തിന് നിവൃത്തിയില്ലാതിരിക്കാനേ DDT പാർട്ടി അല്ല ഭരിക്കുന്നത്. ഇവിടെ RDPയിലെ തങ്കം ക്ലീറ്റസാ ഭരിക്കുന്നത്. സംസാരിക്കാനൊക്കെ നല്ലപോലെ പഠിച്ചു അല്ലേ? എങ്ങനെ പഠിക്കായിരിക്കും? ക്ലീറ്റസ് മത്തായുടെ ഭാര്യയല്ലേ? അയ്യോ ആ ക്രെഡിറ്റും അങ്ങ് എടുത്ത്. അയ്യോ വേണ്ട, നിങ്ങൾ എടുത്തോ. സാമർഥ്യം കൊള്ളാം, നല്ലതാണ്. കുട്ടി ഇത് കുട്ടി. ചേച്ചി എന്തായി? പണിയൊക്കെ ഒതുങ്ങിയോ? പണിയൊക്കെ ഒതുങ്ങി. ഇനി ഇച്ചിരി തുണി കഴുകാനുണ്ട്. ക്ലീറ്റോ ചേട്ടൻ രാവിലെ പോകുന്നോണ്ട് പിന്നെ ചോറും കറിയും എല്ലാം റെഡി ആവും അല്ലേ? ചോറും കറിയും റെഡി ആയിട്ട് എന്താ കാര്യം? ഇന്ന് വലിയ കാര്യത്തിന് രാവിലെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ കെട്ടി കൊടുത്തപ്പോഴത്തേക്കും പറയുവാണ് ഇന്നിപ്പോ വേണ്ട, മറ്റേ ഷർമിളയുടെ ബർത്ത്ഡേ ആണ്, ആ പെണ്ണ് കൊണ്ടുവരുന്നു. പിന്നെ നേരത്തെ പറയണ്ടായിരുന്നു. രാവിലെ കിടന്ന് പാടുപെടണേ എന്തിനാ? ഞാൻ ചോദിച്ചു നേരത്തെ നിങ്ങക്ക് മൊഴിയായിരുന്നില്ലേന്ന്. അപ്പൊ പറയുവാണ് ഇപ്പോഴാണ് കുട്ടി വിളിച്ചു പറഞ്ഞേന്ന്. കുട്ടിയാ? കുട്ടി. ദേഷ്യം വരും. ഇപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഷർമിളനെ വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി ഇരുന്നാ മതിയായിരുന്നു. വെറുതെ എന്തിനാ പെണ്ണ് ഈ 10-12,000 രൂപ കൊടുക്കുന്നത്? ചേച്ചി അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ വാർഡിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കും? ചേച്ചിക്ക് മീറ്റിങ്ങിന് സമ്മേളനത്തിനൊക്കെ പോകണ്ടേ? അതിപ്പോ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ കൂടി ഇതൊക്കെ നടക്കും. 11ാം വാർഡിലെ ബിന്ദു ചാപ്പോന്നെ അവര് തയ്യക്കട നടത്തുന്നുണ്ടല്ലോ. ആണോ? അപ്പൊ അതോ അവരാണ് അവിടെ ഇരുന്ന് തയ്ച്ചു കൊടുക്കുന്നത്. അവരവിടെ വേറെ ആളെ വെച്ചിട്ടുണ്ട്. ദേ നമുക്കൊന്നും പറഞ്ഞ പണിയല്ല ഈ ഓഫീസിൽ പോയി ഇരിക്കലൊക്കെ. ചേച്ചിക്ക് ഒട്ടും പറഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ, പറയണുണ്ടോന്നും തോന്നരുത്. ചേച്ചിക്ക് ഈ മെമ്പർ വഴി പോലും പറഞ്ഞിട്ടുള്ളതല്ല. ചേച്ചിക്ക് ഇവിടെ ഇരുന്ന് തയ്ക്കുക, അതാണ് ഏറ്റവും നല്ലത്. അയ്യോ ഇവിടെ നോക്കിയേ, മെമ്പർ വഴി പറഞ്ഞിട്ടുള്ളതല്ലെങ്കിലും ഉണ്ടല്ലോ, ഈ നാട്ടുകാർക്ക് എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടാവണ്ടേ? അവരുടെ ആവശ്യങ്ങൾ ഞാൻ അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി അവർ കൃത്യമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫീസിലിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ.
ചേച്ചി ഓഫീസിൽ ചേച്ചി ഇങ്ങനെ രാവിലെ പൊതിയും കെട്ടിക്കൊണ്ടുപോയി അവിടെ പോയി വെറുതെ ഇരിക്കുന്നതല്ല, അത് പണിയെടുക്കുന്നുണ്ട്. അയ്യോ ചേച്ചി എത്ര ഫോൺ വരുമെന്നറിയോ? ഫോൺ ചെയ്യണം. അപ്പൊ എന്താ എനിക്ക് ഫോൺ ചെയ്യാൻ അറിഞ്ഞൂടെ? ആ ചേച്ചിക്ക് ഫോൺ ചെയ്യാൻ നല്ലപോലെ അറിയാം. എല്ലാവരെയും വിളിച്ചിട്ട് കുശുമ്പും കുനാത്തരം പറയാൻ ചേച്ചിക്ക് നല്ലപോലെ അറിയാം. ഇത് അതല്ല, വരുന്ന ക്ലയൻസിനോട് സംസാരിക്കണം. എന്തിനാണ് ഒരു കാര്യത്തിന് വന്നെങ്കിൽ അത് സംസാരിച്ച് അത് ക്ലിയർ ആക്കി അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കണം. മനസ്സിലായ? അല്ലാതെ മീറ്റിങ്ങിന് പോണം. അതെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. എന്നെ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്യാറുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതിനൊക്കെ ഫീസ് മേടിക്കേണ്ടവരോട് ഫീസ് മേടിക്കാറുണ്ട്, അവർക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാറുണ്ട്, ഈ മീറ്റിങ്ങിന് പോവാറുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ഷർമിള അങ്ങ് മറ്റേ ആകാശത്തുനിന്ന് പൊട്ടി വീണ ആളൊന്നും അല്ല. നിന്നോട് ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ പറയാൻ വന്നത്? മീറ്റിങ്ങിനൊക്കെ ചേച്ചി കുറേ പോകാറുണ്ട്. പക്ഷെ ചേച്ചി പോണ മീറ്റിംഗ് പോലല്ല, ഓരോ ക്ലയൻസും വരും. അവർ ഓരോ ഭാഷക്കാരാണ്, അവരോട് ഓരോ ഭാഷയിൽ സംസാരിക്കണം. ചിലർ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം അല്ലാതെ ഏതെങ്കിലും അറിയാമോ? ഏതെങ്കിലും ഭാഷ അറിയാമോ? അപ്പൊ ഈ മലയാളം മാത്രം അറിയാവുന്നവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഓ, ഞാൻ വേറെ ഒന്നും വിചാരിച്ചില്ല. ക്ലീറ്റോ നീ വെറുതെ ഈ പൈസ കൊണ്ടുപോയി കളയുവാണല്ലോ. ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ കുടുംബത്തോട്ട് വരുള്ളൂ എന്നല്ലോ ഞാൻ ചിന്തിച്ചുള്ളൂ. ഓ അങ്ങനെ ചിന്തിച്ച്. ഓ അല്ലാതെ ആ പെണ്ണിനെ ഓടിക്കാനൊന്നും ചിന്തിച്ചില്ല അല്ലേ? നിന്നെ പറഞ്ഞ എന്നെ വേണം പറയാൻ. ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി ആ പോതി നമുക്ക് രണ്ടും കൂടെ കഴിക്കാം. അത് ഞാൻ കഴിച്ച്. ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നല്ലോ നീ? ഇന്ദ്രൻ വരാഞ്ഞെന്തി? ഇന്നലെ അത്യാവശ്യമായിട്ട് തീർത്തുകൊണ്ട് ഒരു വണ്ടിയുടെ പണി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ശൽവനോട് കൂട്ടിരുന്നോണ്ട് ഞാൻ നൈറ്റ് ഇരുന്നു. അപ്പൊ അവിടെ കിടന്നോ? ആ എന്നാ പിന്നെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലേ? ആ ലില്ലി വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അവളങ്ങും പറഞ്ഞൊന്നുമില്ല. അറിഞ്ഞില്ലേ? എന്ത് പറ്റി? സാറിന് എന്ത് ന്യൂസ് കിട്ടാലും അന്നേരം കൊണ്ട് തരുന്നതല്ലേ? കൊണ്ടൊക്കെ റോടിച്ച ഒരു അറിവുമില്ല. എന്നാ നിന്റെ പെങ്ങടെ വാർത്ത കേൾക്കാനുള്ള നേരം എനിക്കില്ല. എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നേരമില്ല. മെമ്പറായിട്ട് എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാ മെമ്പറെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അയ്യേ, അങ്ങനെ ഒരു വാർത്ത കേൾക്കണമെങ്കിൽ നീയൊക്കെ തപസ്സിരിക്കണം. ശർമ്മള ചേച്ചി പറ. ആ ഞാൻ പോയി വണ്ടി എടുത്തായിരുന്നു. ഇല്ല, സ്റ്റാർട്ടായില്ല. പിന്നെ അവസാനം പെട്ടിയോട്ടയ്ക്കകത്ത് കെട്ടി നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചിരുന്നു. ഇല്ല, ഇളക്കിയിട്ടില്ല. സ്റ്റാർട്ടാവാത്ത അത് ഇളക്കിയാലേ പണി എന്തുണ്ടെന്ന് പറയാൻ പറ്റൂ. ചേച്ചി റേറ്റിന്റെ കാര്യം വെച്ച് ചേച്ചി വിട്. പിന്നെ ഒന്നുമില്ലല്ലോ, നമ്മുടെ ക്ലീറ്റോ വെച്ച് ഇവിടെ സ്വന്തം ആളല്ലേ. റേറ്റ് വിട്, മാനോട്ട് ചെയ്ത് തരാം. ആ ശരി. ക്ലീറ്റോ മച്ചമ്മയുടെ സ്വന്തം ആളോ? ആര്? റൊണാൾഡോ. ക്ലീറ്റോ മച്ചമ്മ ആരുടെയാ? നമ്മുടെയോ? നമ്മുടെ എന്ന് പറഞ്ഞാ നിങ്ങളുടെ എന്റെ തങ്കത്തിന്റെ. ആ മനുഷ്യന്റെ മുടി മുതല് കാല് നഖം വരെ എന്റെയാണ്. ആണല്ലോ. നിന്നെ ഇപ്പൊ ആരാ വിളിച്ചത്? ഫോണിൽ വിളിച്ചത് ശർമ്മള ചേച്ചി. അവരുടെ ഒരു വണ്ടി കേടായി വീട്ടിൽ ഇരുന്നേ, അന്ന് പോയി എടുക്കണമെന്ന് മച്ചമ്മ 2-3 ദിവസം കൊണ്ട് പറഞ്ഞേ. അപ്പൊ ഇന്ന് പോയി അവിടെ എടുത്തപ്പോഴത്തേന് പോലീസ് സ്റ്റാർട്ടാവുന്നില്ല. എന്നെ ഓട്ടോയിൽ കയറ്റി വർക്ക്ഷോപ്പിൽ കൊണ്ട് അതിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചു. ക്ലീറ്റോ ആണോ പറഞ്ഞത് നിന്നോട്? ക്ലീറ്റോ ആണോ പറഞ്ഞത്? ആന്ന്. ഷർമിള വണ്ടി എന്നാക്കാനാ? വണ്ടി കേടായിരിക്കാണ്, നീ അത് പോയി നോക്കിയിട്ട് എന്തോ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നിക്ക്. എന്താ നിനക്കെന്തൊരു വെപ്രാളം? എന്റെ പൊന്നു പെണ്ണുമ്പിള്ള, ഞാൻ ഇന്നലെ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല. ഇത് കൊണ്ട് മടക്കി വെച്ചെന്ന് കിടന്ന് ഉറങ്ങണം. നീ എന്താ പോണത്? നീ ഇങ്ങ് വന്നേ. ജോലിയും കഴിഞ്ഞിട്ട് വന്നേ. എന്താ പറ. ഷർമിളയുടെ വീട് എവിടെയാ? മനയും കീഴ്. നീ വീട് കണ്ടിട്ടുണ്ടോ? ആരുടെ? ഇപ്പൊ ആരുടെ കാര്യം ചോദിച്ചോണ്ടിരിക്കുന്നത്? ക്ലീറ്റോ മച്ചമ്മയുടെ അല്ലേ ഈ വീട്? ഷർമിളയുടെ. ആ ശർമ്മയുടെ വീട് കണ്ട് വണ്ടി എടുത്തേ. വലിയ വീടാണോ? സെൻസസ് എടുക്കുകയാണോ? വലിയ വീടാണോ? ഒരു ഇടത്തരം വാർത്ത വീട്. ആരൊക്കെയുണ്ട് വീട്ടില്? അവിടെ ഇനി ആരുണ്ടായാലും അവിടുത്തെ വോട്ട് സംഘ മെമ്പർക്ക് കിട്ടാൻ പോകുന്നില്ല. അത് വേറെ പഞ്ചായത്താണ്. ഇവിടെ പോകല്ലേന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതിന് മാത്രം എന്ത് ചോദിക്കാനാണ്? അതല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അവളുടെ വോട്ടൊന്നും വേണ്ട. പിന്നെ അവളുടെ വീടും പരിസരമൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഇടത്തരം വാർത്ത വീട്. പിന്നെ റോഡിനോട് ചേർന്നാണ് വീട്. വീടിന്റെ പല ചേർന്നാണോ വീട്? ആ റോഡിനോട് ചേർന്നാണ്.
വീടിന്റെ വലതുവശത്ത് കിണറുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്തോട്ട് ഒരു പട്ടികൂടുണ്ട്, പക്ഷെ അതിനകത്ത് പട്ടികളില്ല. സെൻസസ് കിട്ടിയില്ലേ, ഞാൻ പോട്ടെ. പോവല്ലേ ഏ? എടാ പോവല്ലേടാ. നീ അവരുടെ വണ്ടി നന്നാക്കാൻ പോവാണോ? അത് നന്നാക്കാതെ എന്റെ പണിയല്ലേ, എനിക്ക് പൈസ കിട്ടണ്ടേ. പൈസ കൊണ്ട് എല്ലാം ആവുമോ റൊണാൾഡേ? പൈസ കൊണ്ടേ എന്തെങ്കിലും ആവും. പക്ഷേ നീ കുറച്ചു മുമ്പ് ഒരു വർത്താനം പറഞ്ഞു. എന്ത് വർത്താനം? ക്ലീറ്റോ മച്ചമ്പിയുടെ സ്വന്തം ആളല്ലേന്ന്. പിന്നെ നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ആളല്ലേ. നിന്റെ സ്വന്തമായിരിക്കും, ക്ലീറ്റോ മച്ചമ്പിയുടെ സ്വന്തം അല്ല. അത് എപ്പോഴും മനസ്സിലുണ്ടായിക്കൊള്ളാം. ക്ലീറ്റോ മച്ചമ്പിക്ക് ഒരേ ഒരു സ്വന്തം ഉള്ളു, അത് തങ്കം ക്ലീറ്റസാ. എന്ത് സംഭവം? ബാബുരാജെ, നമ്മൾ അതിന് പ്രൊപ്പോസൽ കൊടുക്കും. പ്രൊപ്പോസൽ കൊടുത്തിട്ട് അത് കമ്പനി അപ്രൂവൽ ചെയ്ത് വന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണ്ട കേട്ടോ. അത് ആയിക്കഴിഞ്ഞാൽ ഞാൻ അറിയിച്ചോളാം. ഇടക്ക് ക്ലീറ്റോ ഉറങ്ങാൻ ഇച്ചിരി നേരത്തെ ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റൂലേ ഫോൺ ചെയ്ത് കഴിഞ്ഞു. കാര്യങ്ങൾ ഡീൽ ചെയ്ത് തീർക്കണം. ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഈ സമയം കിട്ടും കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള മെസ്സേജൊക്കെ അയക്കും. ശർമ്മ പറയൂ. ഓക്കെ ആക്കിയാ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ഓ അത് ബാക്കി നാളെ ഓഫീസിൽ വരുമ്പോൾ. എന്തായാലും സന്തോഷം കേട്ടാ. ഓക്കെ. ഇതാണ് ഭയങ്കര സന്തോഷം. എന്തോ വലിയ കോള് കിട്ടിയ പോലെ. നല്ല കോള് കിട്ടി, അത് തന്നെ. അയ്യോ, ഈ ശർമ്മള ഉണ്ടല്ലോ, ആളിങ്ങനെയൊക്കെ ഇരിക്കുന്ന വർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. എന്ത് സംഭവം എന്താ? എടി, രുചിയിടം എന്ന് പറഞ്ഞിട്ടേ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. നല്ല ഭയങ്കര വർക്കുള്ള ടീമാണ്. അപ്പോൾ അവരുടെ ഒരു മെഗാ ഫുഡ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈവൻ്റ് കൊട്ടേഷൻ ശർമ്മള പോയി സെറ്റാക്കി. ഓ, അതാണ് അത്ര വലിയ കാര്യം. പിന്നെ അത് വലിയ കാര്യമാണെന്നോ? അവർക്ക് മാസത്തിൽ 30 ദിവസം വർക്കുള്ള ടീമാണ്. എന്താണെങ്കിലും അതിപ്പോ ഈ രാത്രി വിളിച്ചു പറയേണ്ട കാര്യം എന്താ? രാവിലെ അങ്ങോട്ടല്ലേ ചെല്ലണം, അന്നേരം പറഞ്ഞാൽ പോരെ? അതെ, ശർമ്മളയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് അതിൻ്റെ മെയിൻ ആള്. അപ്പം ഞാൻ പറഞ്ഞു നാളെ പോയി കണ്ട് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷേ അവൾ ഇന്ന് തന്നെ പോയി കണ്ട് ഈ രാത്രി തന്നെ പോയി സംസാരിച്ച് അത് സെറ്റാക്കി വിളിച്ചു പറഞ്ഞു. അതാണ് ആ ശർമ്മളയുടെ മിടുക്ക്. എനിക്കതല്ല മനസ്സിലാവാത്തത്. ഇത് പെണ്ണാപ്പെണ്ണിന്റെ ജോലിയല്ലേ ചെയ്യുന്നത്, അല്ലേ? അതിന് നമ്മൾ ശമ്പളം കൊടുക്കണ്ട്. അതിനെന്തിനാണ് ഇത്രമാത്രം താങ്ക്സ് പറയുന്നത്? അയ്യോ, സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ശർമ്മള ആരാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യും. തങ്ങൾക്ക് നീര് കാര്യം മനസ്സിലാക്കുക. ഒരു ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 5 മണി വരെ ഉള്ളൂ. 5 മണിക്ക് ശേഷം പോയി ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ആർക്കാണ്? നമുക്കല്ലേ. അപ്പം അതിൻ്റെ ഒരു ഇതാവക്കും കിട്ടും. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷേ മിടിക്കുക, ശർമ്മളെ പോലുള്ള ഒരാളെ കിട്ടിയത് എന്തായാലും നല്ലതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, ഈ ശർമ്മു എന്നുള്ള വിളി വേണ്ട കേട്ടാ. ഈ ശർമ്മള എന്ന് ഇത്ര നീട്ടി ശർമ്മള എന്ന് പറഞ്ഞതിനകത്ത് 2-3 അക്ഷരമേ ഉള്ളൂ. അത് പറയാൻ പറ്റാതെ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, എന്തായാലും ചൂടെടുക്കുന്ന ലൈറ്റ് കിടത്ത് കിടക്കാൻ പറ്റുമോ? എന്ത് കിടക്കണില്ലേ? അല്ല, ഞാൻ എൻ്റെ കാൽക്കുലേഷൻ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത് ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. ഇതിനകത്ത് വെച്ച് എന്താ 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 സാറേ? ശർമ്മ, കൈയൊന്ന് നീട്ടി. എന്തിനാ? തരൂ. കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ സാറേ? ശർമ്മയുടെ ഒറ്റയാളുടെ മിടുക്കൊണ്ടാണ് രുചിയിടത്തിൻ്റെ വർക്ക് നമുക്ക് തന്നെ കിട്ടിയത്. താങ്ക് യു സാറേ. ആ വർക്ക് പിടിച്ചു തന്നതിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. എന്ത് സമ്മാനം? എന്ത് സമ്മാനമാണ് ഷർമൂന് വേണ്ടതെന്ന് പറ. സാർ എന്ത് സമ്മാനം തന്നാലും ഞാൻ സ്വീകരിക്കും. എന്ത്?
പിന്നെ പറയുന്നോണ്ടൊന്നും തോന്നല്ലേ, എന്നെ ഈ സാറേ സാറേ എന്ന് വിളിക്കുന്നത് എന്തോ നമ്മൾ തമ്മിലൊരു അകൽച്ച കിടക്കും പോലെ തോന്നുന്നു. അയ്യോ, എന്നാ ഞാൻ ബോസ് എന്ന് വിളിക്കാം സാറേ. അതൊട്ടും വേണ്ട. ഞാൻ വെറും താഴെ നിൽക്കുന്ന ഒരാളല്ലേ, ഒരു സാധാരണക്കാരനല്ലേ, അത് വേണ്ട. പിന്നെന്നാ വിളിക്കുവാ? ശർമ്മോന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഏട്ടാന്ന് വിളിച്ചൂടെ? ഉയ്യന്റപ്പാ, സാറിനെ കയറിയിട്ട് ഞാൻ ഏട്ടാന്ന് വിളിക്കലാ? അതെന്താ അറിയോ, ശർമ്മ ആദ്യമേ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ട് തോന്നണത്. ഒരു 5 പ്രാവശ്യം എന്നെ ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ചു നോക്കേ. എങ്ങനെയാപ്പ വിളിക്കുവാ ഇത്? ഏട്ടാ വിളിക്കൂ. ഏട്ടാ ഏട്ടാ ഏട്ടാ. ഓ, ഇപ്പൊ നമ്മൾ തമ്മില് എന്തോ ഒരു അടുപ്പമുള്ള പോലെ. പിന്നെയുണ്ടല്ല, ഞാൻ ആദ്യം ഓഫീസിൽ കയറി വന്നപ്പം ഞാൻ വിചാരിച്ചു സാറൊരു ഏട്ടനൊരു മൊരടനാന്ന്. ഞാനേ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞാൽ എന്നെ മനസ്സിലാവും, ഞാൻ വേറൊരു ലോലനാ. ആ, എനിക്ക് മനസ്സിലായിനി. അതല്ല, സാറ് മൊരടനല്ല, നല്ല സ്നേഹമുള്ള മനുഷ്യനാന്ന്. അതൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിനി. ശർമ്മു, ഞാൻ ഒരു സത്യം പറയട്ടെ. പറ. സത്യത്തിൽ ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഈ ഓഫീസിലേക്ക് എന്നും വരുന്നത് എന്തിനാന്നറിയോ? എന്തിനാ? ശർമ്മുനെ കാണാൻ. സത്യം? എന്റെ ഭാഗ്യം തന്നെ. ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഈ ഓഫീസിൽ വന്ന് സാറിന്റെ കൂടെ ചെലവഴിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ, ഞാൻ എത്ര സന്തോഷവതിയാന്നറിയോ. ആനന്ദത്തിൽ ഇങ്ങനെ ആറാടുന്നൊരു ലോല ഹൃദയാണ് ഞാൻ. സാറേ, ഏട്ടാ ശർമ്മു, ഏട്ടാ ശർമ്മു, ഏട്ടാ. നീ എന്താ നിനക്കെന്തടി പ്രാന്താ? എന്തിനാണ് അടിച്ചത്? ഇതിനോടിച്ചോ അതിന്റെ ചവിട്ടി കൂട്ടണം. കയ്യെ പിടിച്ച് തിരിച്ചിട്ട്. എനിക്കെന്താ പറ്റിയേ? നിനക്ക് നല്ല കവളിമടൽ വെട്ടി അടിക്കാത്തതിന്റെ കുഴപ്പം നിന്നെ കേട്ടോ. വേണ്ടാത്തൊന്നും ആലോചിച്ച് കിടന്നിട്ട് മാത്രം ഉള്ളല്ലേ? അല്ലടി, പിന്നെ നിന്റെ നീ കളിക്കല്ലേ കേട്ടോ. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും സ്വസ്ഥത തരരുത്. വല്ല പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ ആ ഓ എന്റെ കൈ, എന്റെ ദേഹത്തോടല്ലേ മിണ്ടാതെ കിടന്നോ. കഷ്ടം ചേച്ചി, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും നാളും ആ മനുഷ്യന്റെ കൂടെ ജീവിച്ചിട്ട് എന്റെ ക്ലീറ്റോച്ചേട്ടന്റെ മനസ്സ് കാണാൻ പറ്റിയ ചേച്ചിക്ക്? ചേച്ചിനെ എനിക്ക് തള്ളിക്കൊല്ലാനാ തോന്നുന്നത്. ഓക്കെ അമ്മ, നീ ഇങ്ങനെ പറഞ്ഞോ? എന്ത്? ആ, എടി ലില്ലി, ഷർമിളനെ പോലൊരു പെണ്ണ്, ഇവർ ആ ഓഫീസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ചാണ്. കണ്ടു കണ്ട് മനസ്സെങ്ങാനും ഒന്ന് ആടിപ്പോയാലോ? ഓഹോ, ഇപ്പൊ മനസ്സ് ആടിയിരിക്കുന്ന ആരുടെയാ? ചേച്ചിയുടെയാണ്. ആ, അപ്പൊ ഇതും മനസ്സിലിട്ടോണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഷർമിളനെ മാറ്റിയിട്ട് ഞാൻ ആ ഓഫീസിൽ പോയി ഇരുന്നാലോ എന്ന്. അല്ലേ? നാണം ഇല്ലല്ലേ? സംശയം തോന്നാനായിട്ട് ഇന്നലെ അല്ലേ രണ്ടിനെ കല്യാണം കഴിഞ്ഞത്? പെങ്കൊച്ചിനെ കെട്ടിക്കാറായി, അപ്പോഴാ സംശയം കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. നീ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കുക, എന്റെ അവലാതി എന്താന്ന് എനിക്കറിയുള്ളൂ. ഷർമിള എന്ന് പറയുമ്പോഴേ ക്ലീറ്റോന് 100 നാവാ, അതറിയോ നിനക്ക്? ആ, എനിക്കറിയാം 100 നാവാ. ഇതുപോലെ തന്നെയായിരുന്നു ക്ലീറ്റോ ചേട്ടൻ അപ്പുക്കുട്ട സാറെന്ന് പറഞ്ഞാൽ 100 നാവായിരുന്നു. ഇനി അപ്പുക്കുട്ട സാറും ക്ലീറ്റോ ചേട്ടനും കൂടെ ലൈനാന്ന് പറയോ? അത് പറയോ ചേച്ചി? ചേച്ചിയുടെ സ്വഭാവം വെച്ചിട്ട് ചേച്ചി അതും പറയും. ഇങ്ങോട്ട് നോക്കേ, ക്ലീറ്റോ ചേട്ടനെ പറ്റി ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ പറയും അവൻ ഉടായിപ്പാണ്, അവൻ തട്ടിപ്പാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ ഞാനേ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെന്ന് പറഞ്ഞാൽ ഏട്ടൻ പറയും അവൻ പെണ്ണ് കേസിൽ അവൻ നീറ്റാന്ന് പറയും. ആ ഒരു വിശ്വാസം ഏട്ടനുണ്ട്, അതുപോലും ചേച്ചിക്കില്ലാതായിപ്പോയി. ശരിയാണല്ലേ? പാവം. ഞാൻ എന്തിനാണാവോ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? കുറച്ചു നേരം കൊണ്ട് ഞാൻ എവിടം വരെ പോയിന്നറിയൂ? ഈ സംശയമൊക്കെ മാറ്റിയിട്ട് മര്യാദക്ക് ജീവിക്കാൻ നോക്കില്ല, ജീവിതം കുളന്തുണ്ട്. എല്ലാം നിർത്തി.
ആ മര്യാദക്ക് മാറ്റിക്കോ. ആ ഇല്ല എനിക്കറിയാം എത്ര പറഞ്ഞ പോലെ എത്ര നാളായി ക്ലീറ്റോ ഒരുമിച്ച് ജീവിക്കാൻ അല്ല തുടങ്ങിയിട്ട്. തന്നെ എന്നെ ഷർമിള വന്നു കഴിഞ്ഞാൽ ക്ലീറ്റോ ചേട്ടൻ അങ്ങോട്ട് പോകാം. ഷർമിള എവിടെ കിടക്കുന്നു, ചേച്ചി എവിടെ കിടക്കുന്നു? പാവം. ചേച്ചി നീ ഇതെവിടെയായിരുന്നു? കൊറേ നേരമല്ലേ നിന്നെ കണ്ടിട്ട്. ഏട്ടന്റെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. ആ അത് അലക്കിയിട്ട് കട്ടിലോട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ഒന്ന് കിടന്ന് ഇവിടെ ഉറങ്ങിപ്പോയി. ഞാനും അത് ഇച്ചിരി നേരം കിടന്ന് വെറുതെ കിടന്ന് ഉറങ്ങിപ്പോയി. ആ, എന്തൊരു ഭയങ്കര ക്ഷീണം ക്ഷീണം. അല്ലേ? കഴിച്ചാ നീ? ചേച്ചി കഴിച്ചാ? പെര ഒന്ന് അടിച്ചു വരണം, അപ്പടി മാറാലോ, ഒന്ന് തുടച്ചാലോ എന്ന് എനിക്കും ഉണ്ട് വിചാരിക്കാം. തുടയ്ക്കണോന്ന്. എനിക്ക് വയ്യ. അല്ല ഞാൻ തുടക്കണമെന്നാണ് മാറാലെ തൂക്കാൻ. എനിക്കൊന്ന് പെര ഒന്ന് തുടയ്ക്കണോന്നുണ്ടോ? മടിയാവണല്ലേ? ആരെങ്കിലും നിർത്തിയാലോ ചേച്ചി നമുക്ക്? എവിടെ ഇരിക്കണ അതിന്? കാശ് എവിടെ ഇരിക്കാന്ന് വെച്ചാ കാശ് കൊടുക്കണ്ടേ? അതാ കാശ് കൊടുക്കണ്ട. അതാ ഞാൻ പറഞ്ഞ പൈസ എവിടെ ഇരിക്കണെന്ന് ചോദിച്ചേ. ആളുണ്ട് പൈസ. ക്ലീറ്റോയും ഷർമിളയും ഇത് നോക്കണത് അതൊക്കെ മാറി എനിക്ക്. ആ ശർമ്മള ഇതേ അവര് നിൽക്കുന്നൊന്ന് കണ്ടിട്ട് പോവാ. ഇതെന്ത് മുതലാളിയും തൊഴിലാളിയും കൂടെ ഒരുമിച്ച് ഒരു ഓട്ടോയില്? നമ്മുടെ എടപ്പഴിയിലെ ട്രാവൻകൂർ വീൽസിന്റെ വാർഷികമായിരുന്നു. അപ്പൊ അതിന്റെ കൊട്ടേഷൻ മൊത്തം ഞങ്ങളായിരുന്നു. ഈവന്റ് ഫുള്ള് സ്റ്റേജ്, പന്തല്, മൈക്ക്, ഗാനമേള, അങ്ങനെ അതിന്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ പോണ വഴി. അപ്പൊ ശർമ്മള ഈ ഓട്ടോയിൽ തന്നെ അങ്ങ് പോവാൻ എങ്ങനെയുണ്ടായിരുന്നു അയ്യോ പരിപാടി? വാ കേറിയിട്ട് പോവാം. വേണ്ട ചേച്ചി, ഞാൻ ഇതിൽ തന്നെ പോയിക്കോളാം. ബർത്ത്ഡേ എങ്ങനെയുണ്ടായി? അയ്യോ, അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ബിരിയാണി കൊണ്ടതിന്. ആ പിന്നെ സാർ എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്കെല്ലാം വാങ്ങി തന്നിന്. ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടാ. എനക്കാകെ ഷോക്കേറ്റ പോലെ ആയിപ്പോയി അല്ലേ. എന്തെന്നാ ചെയ്യണ്ട്, നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിന്. എനിക്ക് പിന്നെ സങ്കടമാണെന്നോ സന്തോഷാന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിപ്പോയിട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയിനി. അങ്ങനെ കിട്ടുമ്പോൾ സന്തോഷല്ലേ അല്ലേ. പിന്നെയുണ്ടല്ല സാർ എനിക്ക് ഗിഫ്റ്റ് എല്ലാം തന്നിന്. വാച്ച് വാങ്ങണ്ട. ഞാൻ പോട്ടെ ചേച്ചി, പോട്ടെ സാറ് പോട്ടെ. താങ്ക്സ് ഉണ്ട് കേട്ടാ. സാറ് സൂപ്പർ തന്നെ. പോവേട്ടാ. വാച്ചേ അതൊരു കട മതിയാക്കാൻ പോണേ. അപ്പൊ അവിടെ ഡിസ്കൗണ്ടിൽ വെച്ചിരുന്നതാണ്. 100 രൂപയുള്ളൂ. ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ച്, അത്രേ ഉള്ളൂ. ചെല്ല്.